ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ട്രോപ്പിക്കൽ ഐലൻഡിൽ പോയതിൻ്റെ ഒരു ചെറിയ വീഡിയോ. ട്രോപ്പിക്കൽ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഗ്രീൻ ഹൗസാണ്. അത് ബെർലിന് ഏകദേശം ഒരു 50 കിലോമീറ്റേഴ്സൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രാൻഡൻബുർഗ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഞങ്ങൾ താമസിക്കുന്ന ബെർലിൻ സ്പാൻഡോയിൽ നിന്ന് ഒരു 6 റീജിയണൽ എക്സ്പ്രസ് ട്രെയിൻ കയറി നമുക്ക് ബ്രാൻഡ് ട്രോപ്പിക്കൽ ഐലൻഡ് എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ചെന്ന് അവിടെ ഇറങ്ങി അവിടെ നിന്ന് നമുക്ക് ഷട്ടിൽ സർവീസ് ഉണ്ട് ട്രോപ്പിക്കൽ ഐലൻഡിലേക്ക്. അതിൻ്റെ പ്ലാനും ഒക്കെ നമുക്ക് ട്രോപ്പിക്കൽ ഐലൻഡിൻ്റെ സൈറ്റിൽ തന്നെ നോക്കിയാൽ ബസ് ടൈമൊക്കെ കാണാം. അതിനനുസരിച്ച് നമുക്ക് 6ക്ക് പോയി അവിടെ പോയി ഇറങ്ങിയാൽ മതി. പിന്നെ ബെർലിൻ ABCൻ്റെ ഉള്ളിലല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം ബ്രാൻഡ് ട്രോപ്പിക്കൽ ഐലൻഡ് വരെ. ഇനിയിപ്പോൾ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് ഉള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം അവിടെ ചെന്ന് ഞങ്ങൾ എങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്ത് അവിടെ നമുക്ക് ഡെയിലി വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്, പിന്നെ അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസാണ് എടുത്തത്. സ്റ്റേ ചെയ്യുന്ന ഓപ്ഷൻസിൽ തന്നെ നമുക്ക് അവിടെ ഹാളേ എന്ന് പറഞ്ഞാൽ ടെൻറ്റുകളുണ്ട്. അതുകൂടാതെ റൂംസ് ഉണ്ട്. റൂംസും ടെൻസും ഈ പറയുന്ന ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ്. വാട്ടറൊക്കെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ലെവലാണ്. നമുക്ക് ഒരു പ്രശ്നമില്ല, നമുക്ക് അടിപൊളിയായിട്ട് അതിൻ്റെ അകത്ത് ഇറങ്ങാം. പിന്നെ നല്ല റഷായിരുന്നു. ഞങ്ങൾ വീക്കെൻഡ് ആയിരുന്നതുകൊണ്ട് വീക്ക് ഡേയ്സ് ആകുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാർ കുറവായിരിക്കും. എന്നാലും നല്ല സ്പേസ് ഉണ്ട്, സ്പേഷ്യസ് ആണ്. നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവറ്റായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതുള്ളതുകൊണ്ട് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഭയങ്കര എന്താ പറയുക, റാൻഡമായിട്ട് എടുത്ത വീഡിയോസ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെടുത്ത വീഡിയോസാണ്. അതുകൊണ്ട് അത് നമുക്ക് വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം പരമാവധി മറ്റാളുകൾ നമ്മുടെ വീഡിയോയിൽ കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒത്തിരി വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളുടെ സ്റ്റേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ബുക്ക് ചെയ്തത് ഒരു ഫേരിയൻ ഹൗസാണ്. അത് നമ്മുടെ ട്രോപ്പിക്കൽ ഐലൻഡിൻ്റെ ആ ഒരു ഗ്രീൻ ഹൗസിൻ്റെ പുറത്താണ്. അപ്പോൾ അത് വലിയ ദൂരമൊന്നുമില്ല, നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. 1 കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നമുക്ക് നടന്നു പോകണമെന്ന് നിർബന്ധമില്ല. ഈ ഷട്ടിൽ സർവീസ് നമ്മുടെ അതിന് 3-4 സ്റ്റോപ്പുകളുണ്ട്. അപ്പോൾ അത് അവർ കൃത്യമായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് തരും ഏത് സ്റ്റോപ്പിൽ ഇറങ്ങണം, എങ്ങനെയാണ് നമ്മൾ റിസോർട്ടിലേക്ക് പോകേണ്ടതെന്നൊക്കെയുള്ളത്. അടിപൊളി റിസോർട്ടായിരുന്നു. 2 റൂംസ് ഉണ്ടായിരുന്നു, 2 ബാത്റൂം, ടോയ്ലറ്റും ഒരു ബാത്റൂമും, പിന്നെ ഒരു ഹോള്, പിന്നെ പുറത്തൊരു ചെറിയ സ്പേസ്, ഗ്രില്ല് ചെയ്യാനുള്ളൊരു സ്പേസ്, നമുക്ക് പുറത്ത് ഒരു ടേബിളും കുറച്ച് 5-6 ചെയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. കുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അത് കൊണ്ടുപോയാൽ മതി. പിന്നെ പാത്രം കഴുകാനുള്ള മെഷീനും ക്യൂൾ ഷ്രാങ്ക്, ഫ്രിഡ്ജ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ അടിപൊളി സ്റ്റേ ഒക്കെ ആയിരുന്നു. ഞങ്ങൾ പോയത് 2 ഫാമിലീസ് ഒരുമിച്ചാണ് പോയത്. ഞാൻ ചൈന കുഞ്ഞാവ, പിന്നെ ജിജോ, ഐശ്വര്യ, ഐറൻ ബേബി. ഞങ്ങൾ അടിപൊളി സ്റ്റേ ആയിരുന്നു. സേറായിക്ക് 2 വയസ്സാവാൻ പോവുകയാണ് ഈ മാസം. അപ്പോൾ സേറയും പിന്നെ ഐറൻ ബേബിക്ക് 3.5 വയസ്സായി. ഐറൻ ബേബിക്ക് 4 വയസ്സാവാൻ പോവുകയാണ്, അതും ഈ മാസം. അപ്പം അവർ 2 പേരും ഭയങ്കര അടിപൊളിയായിരുന്നു. അവർ ഭയങ്കര കൂട്ടൊക്കെ ആയി, നമുക്ക് കാണാനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളും ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. അവർ എൻജോയ് ചെയ്യുന്നതിനൊപ്പം ഞങ്ങളും എൻജോയ് ചെയ്തു. പിന്നെ ഒരുപാട് വീഡിയോ ക്ലിപ്സ് നമുക്ക് അങ്ങനെ റാൻഡമായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം നമ്മൾക്ക് ഒത്തിരി ആളുകളുണ്ടായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സൈഡിലേക്ക് മാറി നിന്ന് നമ്മൾ വീഡിയോ എടുക്കുകയാണെന്ന് കാരണം നമുക്ക് ഫോണൊന്നും എപ്പോഴും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ, വെള്ളത്തിൻ്റെ അകത്തല്ലേ. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാണ് നമ്മൾ എടുത്തിരുന്നത്. അങ്ങനെ നമുക്ക് സത്യത്തിൽ ആരും തന്നെ ഫോൺ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നതാണ്. ഇല്ലെങ്കിൽ അത് നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ലോക്കേഴ്സ് ഉണ്ട്, അതിനകത്ത് വെച്ച് പൂട്ടിയാണ് എല്ലാവരും വരുന്നത്. നമുക്ക് പിന്നെ അവരൊരു വാച്ച് തരും. ആ വാച്ച് കിട്ടിയിട്ട് ആ വാച്ചിലാണ് തന്നെ നമ്മൾ പേയ്മെൻറ്റൊക്കെ നടത്തുന്നത്. അവസാനം ആ വാച്ച് തിരിച്ചു കൊടുക്കുന്ന നേരത്ത് നമ്മളെന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റൊക്കെ ഒരുമിച്ച് അടച്ചാൽ മതി. പിന്നെ ഞങ്ങൾ ആദ്യത്തെ ദിവസം ചെന്ന് ഏകദേശം ഒരു ഉച്ച സമയം ആയപ്പോഴാണ് ചെന്നത്. പിന്നെ 3 മണിയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് റിസോർട്ട് ഓപ്പൺ ആയി കിട്ടുള്ളൂ.
പിന്നെ ഞങ്ങളൊരു 4:30 ആയപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. ഞങ്ങൾ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെള്ളത്തിൽ നിന്നിട്ട് പോയി. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ടപ്പോൾ കുട്ടികൾക്ക് അവരപ്പോഴാണ് കൂട്ടായത്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ. ഇനിയിപ്പം അത് ട്രോപ്പിക്കൽ ഐലൻഡിൻ്റെ സൈറ്റിൽ കയറി എല്ലാവർക്കും ബുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു 1 ഡേ സ്റ്റേ ബുക്ക് ചെയ്യുന്നതിനേക്കാളും ഡെയിലി പോയി അവിടെ, അത് കുറച്ച് ദൂരമാണ്. അപ്പോൾ അവിടെ ചെന്ന് തിരിച്ച് പോരുന്നതും അവിടെ ഒരു ദിവസം സ്റ്റേ ബുക്ക് ചെയ്യുന്നതൊക്കെ ഏകദേശം ഒരേ റേറ്റൊക്കെ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി നിങ്ങൾ പോയി നോക്കുക, അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസൊക്കെ ഇടണമെങ്കിൽ പറയണം, നോക്കാം. കുറേ ഫോട്ടോസൊക്കെ ഫോണിലുണ്ടെങ്കിലൊന്നും വീഡിയോസൊന്നും ആക്കാറില്ല. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ബാക്കിയുള്ള ഇനി കുറച്ച് വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് കാണാം. അതൊക്കെ ചുമ്മാ ഞങ്ങളെടുത്ത കുറേ വീഡിയോസൊക്കെയാണ്. അപ്പം ഫോണിലെ മെമ്മറി ഒന്നും ഇപ്പം അങ്ങ് തികയുന്നില്ല. അപ്പോൾ കുറേയൊക്കെ ഇവിടെ ഞാൻ ഡംപ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഇതിനകത്തുണ്ട്, ഞങ്ങളുടെ മൊമെൻറ്റ്സൊക്കെ. താങ്ക് യു. ബൈ. അമ്മ ചെറുമ്പോ ഫോട്ടോ എടുക്കാല്ലേ? നീന്തിക്ക് തന്നെ നീന്തോണേ. നമുക്ക് കാണാം. അപ്പൊ എടുത്തിട്ട് വാ. ഒന്ന് ചിരിച്ചേണ്ടേ. ഓക്കെ. താങ്ക് യു.